അപ്പോൾ നമ്മളിനി പറയാൻ പോകുന്നത് ടേസ്റ്റ് ക്യാരക്ടറൈസേഷൻ ഓഫ് നോർമാലിറ്റി ആണ്. കൂടുതൽ കഥയൊന്നും പറയാതെ തന്നെ ഞാൻ ഡയറക്റ്റ് പ്രപ്പോസിഷനിലേക്ക് കടക്കുകയാണ്. നമ്മുടെ പ്രപ്പോസിഷൻ എന്താണെന്ന് നോക്കൂ. ലെറ്റ് എ ബി എ സബ്സെറ്റ് ഓഫ് എ സ്പേസ് എക്സ് ആൻഡ് എഫ് ഇസ് എ ഫംഗ്ഷൻ വിച്ച് ഇസ് ഡിഫൈൻഡ് ഫ്രം ആർ എ ടു ആർ ബി കണ്ടിന്യൂസ്. എക്സിൻ്റെ ഒരു സബ്സെറ്റാണ് എ എന്ന് പറയുന്നത്. ഞാനൊരു ഫംഗ്ഷൻ അവിടെ ഡിഫൈൻ ചെയ്യുകയാണ് എഫ് എന്ന് പറയുന്നത്. അത് എവിടുന്ന് എവിടേക്കാണ്? എയിൽ നിന്ന് ആറിലേക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് പറയുന്നത്. ദെൻ എനി ടു എക്സ്റ്റെൻഷൻ ഓഫ് എഫ് ടു എക്സ് അഗ്രി ഓൺ എ ക്ലോഷർ. ഇൻ അതർ വേർഡ്സ്, if at all an extension of f exists, its values on a closure are uniquely determined by the values of f on a. അവിടെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എക്സ്റ്റൻഷൻ എക്സിസ്റ്റ് ചെയ്യുകയും അതെങ്ങനെയായിരിക്കും, അത് എ ക്ലോഷറുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് അതിൻ്റെ പ്രൂഫ് നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പം എങ്ങനെ നമുക്ക് എഴുതി തുടങ്ങാം? യഥാർത്ഥത്തിൽ നമുക്കറിയാവുന്ന കാര്യം, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് എക്സ്റ്റൻഷനുകൾ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷനും എടുത്തു, ക്യാപിറ്റൽ ജി എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷനും എടുത്തു, വിച്ച് ഇസ് ഡിഫൈൻഡ് ഫ്രം എക്സ് ടു ആർ ഞാൻ എടുത്തിരിക്കുകയാണ്. ദേ ആർ ദ എക്സ്റ്റൻഷൻ ഓഫ് എഫ് വിച്ച് ഈസ് ഡിഫൈൻഡ് ഫ്രം എ ടു ആർ. എഫ് എന്ന് പറയുന്ന ആളുടെ എഫ് ഇസ് എ ഫംഗ്ഷൻ വിച്ച് ഇസ് ഡിഫൈൻഡ് ഫ്രം എ ടു ആറിൻ്റെ രണ്ട് എക്സ്റ്റൻഷനുകളാണ് എഫും ജിയും എന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സച്ച് ദാറ്റ് എഫ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ചെറിയ എഫ് ഓഫ് എക്സ് ആണ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ, ആൻഡ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് തന്നെയാണ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടെണ്ണത്തിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താ? ഇത് രണ്ടും ഈക്വൽ ആവില്ലേ? ദാറ്റ് ഈസ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എക്സിന് ഈക്വൽ ആണ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ എന്ന് പറയാനായിട്ട് സാധിക്കും. ഞാനൊരു സെറ്റ് കൺസിഡർ ചെയ്യുകയാണ്. ഐ എം ജസ്റ്റ് കൺസിഡറിങ് എ സെറ്റ് സി. ലെറ്റ് സി എന്ന് പറയുന്നത് എന്താണെന്ന് എടുക്കുകയാണ്? എക്സ് ബിലോങ്സ് ടു എക്സ് സച്ച് ദാറ്റ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണ് എന്ന തരത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് തെളിയിക്കാനുള്ളത്, വി നീഡ് ടു ഷോ, എന്താ തെളിയിക്കാനുള്ളത്? സി എന്ന് പറയുന്ന ആള് ക്ലോസ്ഡ് ആണ് എന്ന് തെളിയിക്കണം. സി ക്ലോസ്ഡ് ആണ് എന്നുള്ളതിന് എങ്ങനെയാണ് തെളിയിക്കുക? സിന്റെ കോംപ്ലിമെന്റ് എക്സ് മൈനസ് സി. എക്സ് മൈനസ് സി എന്താണെന്ന് തെളിയിച്ചാൽ മതി? ഓപ്പൺ ആണ് എന്ന് തെളിയിച്ചാൽ മതി. സി ക്ലോസ്ഡ് ആണെന്നാണ് തെളിയിക്കേണ്ടത്. സി ക്ലോസ്ഡ് ആണ് തെളിയിക്കാൻ വേണ്ടി നമുക്ക് എന്ത് തെളിയിച്ചാൽ മതി? അതിൻ്റെ കോംപ്ലിമെൻ്റ് ഓപ്പൺ ആണ് എന്ന് തെളിയിച്ചാൽ മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു എലമെൻറ്റ് ഞാൻ എടുക്കണം തെളിയിക്കാൻ വേണ്ടി. ഐ എം ജസ്റ്റ് ടേക്കിംഗ് ആൻ എലമെൻറ്റ് എക്സ് ബിലോങ്സ് ടു എക്സ് മൈനസ് സി. എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് എക്സ് മൈനസ് സിയിലുണ്ട് എന്ന് പറഞ്ഞാൽ എക്സ് എവിടെ ഉണ്ടാവില്ല? സിയിൽ ഉണ്ടാവില്ല. നമ്മളിവിടെ ഓൾറെഡി സി എന്ന് പറയുന്ന സെറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ആകുന്ന എക്സുകൾ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോൾ എക്സ് എക്സ് മൈനസ് സിയിലാണെങ്കിൽ സിയിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ആ എഫ് ഓഫ് എക്സുകളും ജി ഓഫ് എക്സുകളുടെ അവസ്ഥ എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആവില്ല? ജി ഓഫ് എക്സിന് ഈക്വൽ ആവില്ല എന്ന് പറയാനായിട്ട് സാധിക്കും. ക്ലിയർലി ദ ഫംഗ്ഷൻ വിച്ച് വി ഹാവ് ഓൾറെഡി ഡിഫൈൻഡ് എസ് എ ടു ആർ എക്സ് ടു ആർ ആണ്. ആറ് എന്ന് പറയുന്ന സ്പേസിൻ്റെ പ്രത്യേകത എന്താ? ആറ് എന്ന് പറയുന്നത് ഒരു ടി ടു സ്പേസ് ആണ്. ആറ് എന്ന് പറയുന്നത് എന്ത് സ്പേസ് ആണ്? ഇറ്റ് ഈസ് ആക്ച്വലി എ ടി ടു സ്പേസ്. അപ്പോൾ ടി ടു സ്പേസിൻ്റെ പ്രത്യേകത പ്രകാരം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും ജി ഓഫ് എക്സ് എന്ന് പറയുന്നതും രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റുകളാണ്, അല്ലേ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റിങ്ക്റ്റ് എലമെൻ്റ് ആണ്. ജി ഓഫ് എക്സ് എന്ന് പറയുന്നതും ഒരു ഡിസ്റ്റിങ്ക്റ്റ് എലമെൻ്റ് ആണ്. ടി ടു സ്പേസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ രണ്ട് ഡിസ്ജോയിൻറ്റ് ഓപ്പൺ സെറ്റുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദർ എക്സിസ്റ്റ് ഡിസ്ജോയിൻറ്റ് ഓപ്പൺ സെറ്റ്സ്.
ആ ഓപ്പൺ സെറ്റുകൾ ആരൊക്കെയാ? ഒന്ന് യുവും ഒന്ന് വിയും എവിടെ? എക്സില്. സച്ച് ദാറ്റ് എങ്ങനെ? സച്ച് ദാറ്റ് ആദ്യത്തെ ആള് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആള് യുവിലുണ്ടാവുകയും ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ആള് വിയിലുണ്ടാവുകയും ചെയ്യും. എഫ് ഓഫ് എക്സ് യുവിലും ജി ഓഫ് എക്സ് വിയിലും ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് എക്സ് യുവിലുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താ? എക്സ് എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവും? എഫ് ഇൻവേഴ്സ് ഓഫ് യുവിലുണ്ടാവുകയും ജി ഓഫ് എക്സ് വിയിലുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുന്നത് എക്സ് എന്ന് പറയുന്ന എലമെന്റ് ജി ഇൻവേഴ്സ് ഓഫ് വിയിലുണ്ടാവുകയും ചെയ്യും. ഉണ്ടാവില്ലേ? അപ്പോൾ മനസ്സിലായത് എക്സ് എഫ് ഇൻവേഴ്സ് ഓഫ് യുയിലും ഉണ്ട്, എക്സ് ജി ഇൻവേഴ്സ് ഓഫ് വിയിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ ക്ലിയർലി എനിക്ക് എന്ത് പറയാം? എക്സ് എന്ന് പറയുന്ന എലമെന്റ് എഫ് ഇൻവേഴ്സ് ഓഫ് യുയിലും ഉണ്ടാവും, ജി ഇൻവേഴ്സ് ഓഫ് വിയിലും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എക്സ് ബിലോങ്സ് ടു എഫ് ഇൻവേഴ്സ് ഓഫ് യു ഇന്റർസെക്ഷൻ ജി ഇൻവേഴ്സ് ഓഫ് വി എന്നെനിക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് വന്നത് എക്സ് എന്ന് പറയുന്ന എലമെന്റ് എക്സ് മൈനസ് സിയിലുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് എവിടെ ഉണ്ട് എന്ന് പറഞ്ഞു നമ്മൾ? എഫ് ഇൻവേഴ്സ് ഓഫ് യു ഇന്റർസെക്ഷൻ ജി ഇൻവേഴ്സ് ഓഫ് വി എന്നാണ് നമുക്ക് കിട്ടിയത് അല്ലേ? ഇനി എന്താ നമ്മളിവിടെ ശരിക്കും ക്ലെയിം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ? എക്സ് എന്ന് പറയുന്ന ആള് എക്സ് മൈനസ് സിയിലുണ്ട് എന്ന് കിട്ടി, എക്സ് എന്ന് പറയുന്ന ആൾ എഫ് ഇൻവേഴ്സ് ഓഫ് യു ഇന്റർസെക്ഷൻ ജി ഇൻവേഴ്സ് ഓഫ് വിയിലുണ്ട് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് സാധാരണ എങ്ങനെ എഴുതാം? എക്സ് മൈനസ് സി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എഫ് ഇൻവേഴ്സ് ഓഫ് യു ഇന്റർസെക്ഷൻ ജി ഇൻവേഴ്സ് ഓഫ് വി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. പക്ഷെ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ദേശത്തിലേക്ക് എത്തില്ല. ശരിക്കും നമുക്ക് തിരിച്ചാണ് പ്രൂവ് ചെയ്യേണ്ടത്. എന്താ തെളിയിക്കേണ്ടത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ക്ലെയിം ചെയ്യേണ്ടത് എന്താണ്? എഫ് ഇൻവേഴ്സ് ഓഫ് യു ഇന്റർസെക്ഷൻ ജി ഇൻവേഴ്സ് ഓഫ് വി എന്ന് പറയുന്നത് എക്സ് മൈനസ് സിയുടെ ഉള്ളിലാണ് ഉള്ളത് എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്ലെയിം ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമുക്കതിപ്പോൾ ഈ ഒരു വിവരത്തിൽ നിന്ന് നമുക്കത് സഫീഷ്യൻ്റ് ആയിട്ട് മനസ്സിലാവുന്നില്ല, തിരിച്ചെടുക്കുക വരിക. അപ്പോൾ നമുക്കത് സഫീഷ്യൻ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എന്ത് ചെയ്യേണ്ടത്? വി നീഡ് ടു ക്ലെയിം ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. So in order to prove this statement or in order to find this statement, ഈ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു കൺവേഴ്സ് പാർട്ട് എന്നല്ലാണ്ട് ഒരു കോൺട്രഡിക്ഷൻ വരാൻ തരത്തിൽ ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ഒന്ന് മാറ്റുകയാണ്. സപ്പോസ് ഈ ക്യാപിറ്റൽ എഫ് ഇൻവേഴ്സ് ഓഫ് യു ഇന്റർസെക്ഷൻ ജി ഇൻവേഴ്സ് ഓഫ് വി എന്ന് പറയുന്നത് എക്സ് മൈനസ് സിയിലല്ല, സിയിലാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ if I suppose choose an element z which is belonging to f inverse of u intersection g inverse of v, z എന്ന് പറയുന്നത് ഇതിനുള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് തെളിയിക്കണം? we need to prove z എന്ന് പറയുന്ന എലമെന്റ് എവിടെ ഉണ്ട് തെളിയിക്കണം? സിയിലുണ്ട് എന്ന് ഞാൻ തെളിയിക്കണം. അതാണല്ലോ ഉദ്ദേശം. ഇപ്പം സെഡ് എന്ന് പറയുന്ന ആള് എഫ് ഇൻവേഴ്സ് ഓഫ് യു ഇന്റർസെക്ഷൻ ജി ഇൻവേഴ്സ് ഓഫ് വിയിലുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താ? സെഡ് എന്ന് പറയുന്ന ആള് എഫ് ഇൻവേഴ്സ് ഓഫ് യുയിലും ഉണ്ടായിരിക്കും, സെഡ് എന്ന് പറയുന്ന ആള് ജി ഇൻവേഴ്സ് ഓഫ് വിയിലും ഉണ്ടായിരിക്കും. ഉറപ്പാണല്ലോ. അപ്പൊ സെഡ് എഫ് ഇൻവേഴ്സ് ഓഫ് യുവിലുണ്ട് എന്ന് പറഞ്ഞാൽ സെഡ് എന്ന് പറയുന്ന ആള് ഈ എഫ് ഇൻവേഴ്സ് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ആള് എവിടെ ഉള്ള ആളായിരിക്കും? യുവിലുള്ള ആളായിരിക്കും. സെഡ് ജി ഇൻവേഴ്സ് ഓഫ് വിയിലുള്ള ആളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഓഫ് സെഡ് എന്ന് പറയുന്ന ആള് എവിടെ ഉണ്ടായിരിക്കും? വിയില് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് അല്ലേ? ഇനി ഞാൻ അവിടെ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് തെളിയിക്കാനുള്ളത് സെഡ് സിയിലുള്ള ആളാണ് എന്നാണ് അല്ലേ? സെഡ് സിയിലാണ് എന്ന് വിചാരിക്കുക. സപ്പോസ് സിൻസ് സെഡ് സിയിലുള്ള ഒരാളാണ് എന്ന് ഞാൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സെഡ് സിയിലുള്ള ആളാണെന്ന് എടുത്തു കഴിഞ്ഞാൽ സിയിലുള്ള ആളുടെ പ്രത്യേകത എന്താ? എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ജി ഓഫ് സെഡിന് ഈക്വൽ ആണല്ലോ. സി എന്ന് പറയുന്ന സെറ്റിന്റെ പ്രത്യേകത ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ് വെച്ചാൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്ന് നമ്മളവിടെ എഴുതി വെച്ചതേ. അപ്പോൾ സിയിലുള്ള ആളാണെങ്കിൽ എഫ് ഓഫ് സെഡ് ജി ഓഫ് സെഡിന് എന്തായിരിക്കും?
ഈക്വൽ ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് എങ്ങനെയൊന്ന് പൊളിച്ചെഴുതാം? ഈ ജി ഓഫ് സെഡിന് പകരം എനിക്ക് എഫ് ഓഫ് സെഡ് എന്ന് എഴുതിക്കൂടെ? അപ്പോൾ എഫ് ഓഫ് സെഡ് യുയിലുണ്ട് എന്ന് പറയും, എഫ് ഓഫ് സെഡ് എവിടെയുണ്ട്? വിയിലുണ്ട് എന്നാവുമ്പോൾ ഇറ്റ് ഇംപ്ലൈസ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ആള് എവിടെ ഉണ്ട് എന്ന് കിട്ടും? യു ഇൻ്റർസെക്ഷൻ വിയിലുണ്ട് എന്ന് കിട്ടില്ലേ? അത് കോൺട്രഡിക്റ്റ് ചെയ്തില്ലേ? കാരണം എന്താ? യു ഇൻ്റർസെക്ഷൻ വി എന്ന് പറയുന്നത് ഫൈ ആണ്, കാരണം അതൊരു T2 സ്പേസ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റാണ് എന്തായാലും അല്ലേ? അപ്പോൾ നമുക്ക് ക്ലെയിം ചെയ്യാനുള്ളത് ക്ലെയിം ചെയ്തുകൂടെ? എന്താ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുക? നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്തായാലും നമ്മളവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ടു ക്ലെയിം എഫ് ഇൻവേഴ്സ് ഓഫ് യു ഇൻ്റർസെക്ഷൻ ജി ഇൻവേഴ്സ് ഓഫ് വി എന്ന് പറയുന്നത് എവിടെ ഉണ്ട്? എക്സ് മൈനസ് സിയിലുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുകയായിരുന്നു ഉദ്ദേശം. അത് തെളിയിച്ചില്ലേ? അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇറ്റ് ഇംപ്ലൈസ് എഫ് inverse of u intersection g inverse of v it is contained in x minus c എന്ന് നമുക്ക് പറയാൻ പറ്റി. എന്ന് വെച്ചാൽ x എന്ന് പറയുന്ന ഒരാള് f inverse of u intersection g inverse of v which is contained in x minus c എന്ന് പറഞ്ഞാൽ പോയി 1 minute നമുക്ക് എന്ത് പറയാം? എക്സ് മൈനസ് സി എന്തായി? ഓപ്പണായി. എവിടെ? എക്സില്. എന്ന് വെച്ചാൽ സി എന്തായി? ക്ലോസ്ഡായി. എവിടെ? ഇൻ എക്സില്. അപ്പം എന്തായി? എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ സി എന്ന് പറഞ്ഞൂടെ? എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ സി. അപ്പം അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സെറ്റാണ്, സി എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്ലോസ്ഡ് സെറ്റാണ് അല്ലേ? അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? എ ഓപ്പൺ എന്ന് പറയണമെന്നില്ല അല്ലേ, ഒരു സബ്സെറ്റ് എന്നേ പറഞ്ഞു. എ ക്ലോഷർ ഈസ് കണ്ടെയ്ൻഡ് ഇൻ സി ക്ലോഷർ. എ ക്ലോഷർ ഈസ് കണ്ടെയ്ൻഡ് ഇൻ സി എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സെറ്റ് അല്ലേ? അപ്പോൾ സിയുടെ ക്ലോഷർ എന്ത് തന്നെയാ? സി ആണ്. അപ്പോൾ എ ക്ലോഷർ ഈസ് കണ്ടെയ്ൻഡ് ഇൻ സി എന്ന് പറഞ്ഞൂടെ? പറയാം. കാരണം ബിക്കോസ് ഇത് കാരണം എന്താ? സി എന്ന് പറയണത് എന്താണ്? ഒരു ക്ലോസ്ഡ് സെറ്റാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ മനസ്സിലായി? ഏതൊരു എക്സ്റ്റൻഷനുകളും ഇറ്റ് അഗ്രീസ് ഓൺ എ ക്ലോഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ എക്സ്റ്റൻഷനുകൾ എഫിൻ്റെ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട് എ ക്ലോഷറിൽ എന്നുണ്ടെങ്കിലും അത് എയുടെ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് യുണീക്ലി ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്.